നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കസേര, കട്ടിൽ എന്നിവയുടെ വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ അജയകുമാറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് കസേരകളും കട്ടിലുകളും എല്ലാം നന്നാക്കി പുതിയ ഒരു ഉൽപ്പന്നം പോലെ തന്നെ അതിനെ മാറ്റിത്തരുന്ന ഒരു വ്യക്തിയാണ് അജയകുമാർ. പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. കട്ടില്, കസേര ഇതൊക്കെ വരിയുന്നത് എവിടെ നിന്നാണ് പഠിച്ചത്? അതിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഞാൻ ഇവിടെ പൂജപ്പുര VTC എന്ന് പറഞ്ഞ നമുക്കൊരു ട്രെയിനിങ് സെന്റർ ഉണ്ട് ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത്. അവിടെയാണ് 98-2000 വർഷത്തിലാണ് ഞാൻ അവിടെ പഠിച്ചിറങ്ങിയത്. ഇപ്പൊ ഏതാണ്ട് 24 വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്. ആരാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടാക്കിയത്? റേഡിയോയിൽ കേട്ടതാ, അങ്ങനെ അച്ഛനാണ് കൊണ്ടാക്കിയത്. റേഡിയോയിൽ കേട്ടിട്ടാണ് പോകുന്നത്? അതെ. അത് പോയി ചേരുന്നത് ഏത് വർഷമായിരുന്നു? 98. അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അത് കൂടുതലായിട്ടും കാഴ്ച പരിമിതി ഉള്ളവർക്കാണോ? അല്ല, ഭിന്നശേഷിക്കാർക്ക് എല്ലാവരും ഉണ്ട്. എൻ്റെ കൂട്ടത്ത് ആ സമയത്ത് കാഴ്ചയില്ലാത്ത 2 പേരെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കാല് വയ്യാത്തവരും ഡെഫോ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ നമുക്ക്? ബാലൻ എന്ന് പറഞ്ഞ സാറായിരുന്നു നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. ഓരോ ഡിസൈൻ നമുക്ക് സാറ് പറഞ്ഞു തരും. ഡിസൈൻ വർക്കാണെങ്കിൽ പ്ലാസ്റ്റിക് പൊളി പാവെണ്ണിയാണ് ഡിസൈൻ ചെയ്യണത്. കൂട്ട ഡയമണ്ട് ഉണ്ട്, ഒറ്റ ഡയമണ്ട് ഉണ്ട്. അതൊക്കെ കണക്കാണ്. കണക്ക് 1, 3, 5 അങ്ങനെ പോകും. അതിലേ ഏത് ഉൽപ്പന്നം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? പ്ലാസ്റ്റിക്. അതിൽ ആ പ്ലാസ്റ്റിക് കസേരയാണ് വരിയുന്നത്? പ്ലാസ്റ്റിക് ഓഫീസ് ചെയർ. ഓഫീസ് ചെയറിന്റെ മെറ്റീരിയലും പിന്നെ തടി പോലെ അതിന്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു? അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പറഞ്ഞു തരാം അത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ക്ലാസ് മുതൽ? ആദ്യം നമുക്ക് തടിയുടെ ഹോളിട്ട ഫ്രെയിം തരും. തന്നിട്ട് ഓരോ പാവിടാൻ പറയും. നെടുകയിട്ടിട്ട് അതിനെ കുറുകെ ഇടാൻ പറയും. എന്നിട്ട് അതിന്റെ കോണോട് കോട് കൊരുക്കുമ്പം ചതുരം ഒന്ന് ഡിസൈൻ വരും. എവിടെയാണ് ഇടേണ്ടതെന്ന് അറിയുന്നത് കൈവച്ച് തൊട്ട് നന്നായിട്ട് മനസ്സിലാക്കുമോ? അതെ, കൈവച്ച് തൊട്ട് നോക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ ചതുരൻ ഷേപ്പിലുള്ളത് ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മോഡലൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചത്? കേൾക്കുന്നവർക്കും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ ഡിസൈൻ വർക്കുണ്ട്. അത് കണക്കാണ്. 1, 4 അങ്ങനെ കണക്കെടുത്ത് പോകും. അത് തന്നെയാണ് പിന്നെ ഡിസൈനായിട്ട് തിരിച്ചു എടുക്കണം. 2 കളറിട്ട് ചെയ്യണതാണ് കാണാൻ ഭംഗിയുള്ളത്. എത്ര മാസത്തെ കോഴ്സ് ആയിരുന്നു അന്ന് ഇത്? അത് 2 വർഷം. 2 വർഷത്തെ കോഴ്സ് ആയിരുന്നു അല്ലേ? അപ്പൊ ഈ തടിയുടെ ഫ്രെയിം പോലെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ എല്ലാരും ചെയ്യുമായിരുന്നു? തടിയുടെ ഫ്രെയിം നമ്മളല്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സാധനം ഫ്രെയിം ആയിട്ട് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു. പിന്നെ ഈ പാഡ്സ്, തെങ്ങും പൂക്കുല അങ്ങനത്തെ ഫ്ലാറ്റ് വർക്കും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം വരിച്ചിലൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എല്ലാം ഓഫീസുകളിലും ഈസി ചെയറൊക്കെ വന്നപ്പം വരിച്ചില് കുറഞ്ഞു വരികയാണ്. ചില ഓഫീസുകളിൽ വരിഞ്ഞത് മാറ്റിയതും തിരിച്ച് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വർക്കുകൾ കിട്ടുന്നുണ്ട്. കട്ടിലുകൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വരിഞ്ഞ കട്ടിലുകളാണ് കുറച്ചുകൂടി നല്ലതല്ലേ? വരിഞ്ഞ കട്ടിലാണ് കൂടുതലും നല്ലത്. അത് ചെയ്യിക്കാൻ ഇപ്പൊ ആളുകൾ വിളിക്കുന്നുണ്ട്? ഉണ്ട്. അപ്പൊ അതിന്റെ ആ മെറ്റീരിയലും കാര്യമൊക്കെ ഇപ്പൊ ഉണ്ടോ കയ്യില്? ഉണ്ട്. കട്ടില് വരിയുന്നതും ചെയർ വരിയുന്നതും തമ്മിൽ എന്താണ് ഡിഫറൻസ്? കട്ടിലെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരൂല. കസേര ആകുമ്പോൾ പെട്ടെന്ന് തീരും. ഒരു കസേര ചെയ്യാൻ എത്ര സമയം എടുക്കും? എളുപ്പമുള്ളതാണെങ്കിൽ 1 ദിവസം കൊണ്ട് ഒരു കസേര തീർക്കും. കട്ടിലാവുമ്പോഴോ? കട്ടില് ഒറ്റയ്ക്കാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ പിടിക്കും. കട്ടിലൊരു 2 പേരാണ് പോണത്. ഈ കോഴ്സിനൊക്കെ ചേരുന്നതിന് മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കുറച്ചും കൂടി കാണാമായിരുന്നു. അപ്പം കൊത്തന്റെ കയ്യാളായിട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വെള്ളിയും വർക്ക്ഷോപ്പിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അപ്പൊ കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു? കുറച്ച് കാണാമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒക്കെ കൂട്ടത്ത് കക്കൂസിന്റെ കുഴി എടുക്കാനും വാനം വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. കുറെ നാൾ അങ്ങനെയൊക്കെ കുറെ ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. സ്കൂളൊക്കെ എവിടെയാണ് പഠിച്ചത്? ഞാൻ ഇവിടെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. 87 മുതൽ 93 വരെ ഇവിടെ ബ്ലൈൻഡ് സ്കൂളിലുണ്ടായിരുന്നു. എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ സ്കൂളിൽ 6 വരെ പഠിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പഠിത്തം നിന്നുപോയി. പിന്നീട് സാക്ഷരതാ മിഷന്റെ കീഴിൽ 10 എഴുതിയെടുത്തു. അതെപ്പോഴായിരുന്നു? അത് ഒരു 6-7 കൊല്ലം ആയതേ ഉള്ളൂ. 10ാം ക്ലാസ് പഠിച്ചെഴുതിയിട്ടല്ലേ? അപ്പൊ ആരാണ് ഈ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത്? ഈ സാക്ഷരതാ മിഷന്റെ കീഴിലുള്ള 10ാം തരം പരീക്ഷ? നമ്മള് സുഹൃത്തുക്കളൊക്കെ തന്നെ. കാഴ്ചയുള്ള സുഹൃത്തുക്കൾ ആ സമയത്ത് കുറെ സുഹൃത്തുക്കളെ കിട്ടി. അവരൊക്കെ വലിയ ഹെൽപ്പായിരുന്നു. അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പം അച്ഛൻ മരിച്ചുപോയി. താമസിക്കുന്നത് ഏത് സ്ഥലത്തെ?
ബാലരാമപുരം. നെയ്ത്ത് ഗ്രാമം അല്ലേ? നെയ്ത്ത് ഗ്രാമം. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജോലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നെയ്ത്തുമായി ബന്ധപ്പെട്ട് ഇല്ല, പക്ഷെ നെയ്ത്തായിരുന്നു അമ്മയ്ക്ക് ജോലി. അമ്മ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് വയ്യ. അതാണ്ട് 10-15 കൊല്ലത്തോളമായി നെയ്ത്ത് നിർത്തിയിട്ട്. ഇപ്പൊ പിന്നെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുഷൻ വർക്കൊക്കെ അറിയാം. കുഷൻ വർക്ക് എവിടെ പോയാണ് പഠിച്ചത്? അത് നാലാഞ്ചിറ VRC എന്ന് പറയും, കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ചെന്ന് കുഷൻ്റെതും കാർപ്പൻ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ഓഫീസിലൊക്കെ ഇപ്പം ആവശ്യം ഉണ്ടെങ്കിലല്ലേ വിളിക്കുക, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുമാനവും കാര്യമൊക്കെ എങ്ങനെ പറ്റുന്നുണ്ടോ ഈ ജോലി കൊണ്ട് തന്നെ? ഇത് ഉള്ളപ്പം കുഴപ്പമില്ല, ഇല്ലാത്തപ്പോൾ ലോട്ടറി കച്ചവടത്തിന് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് ഈ ചെയർ വരിയുന്ന കൂടുതലായിട്ട് വർക്ക് കിട്ടുന്ന സമയം മിക്കവാറും ഏപ്രിൽ മെയ് കാലഘട്ടമാണ്. പിന്നെ ഓണസമയം കുറച്ചൊക്കെ കിട്ടും. എന്തായാലും മാർച്ച് കഴിഞ്ഞ സമയത്താണ് കൂടുതലും വർക്ക് വരണത്. വരുമ്പം അടുത്തുകൊണ്ട് കിട്ടും. കസേര വരിയുന്നതും അല്ലെങ്കിൽ കട്ടില് വരിയുന്നതും അല്ലാതെ ഏത് സമയങ്ങളിലാണ് അപ്പൊ ഈ ലോട്ടറി ഇതിനൊക്കെ പോവാറ്? വരിച്ചിലില്ലാത്തപ്പോൾ അത് ഏതെങ്കിലും കടയിൽ പോയിട്ട് എടുക്കുവോ? നമ്മളെ സുഹൃത്തുക്കളെ എടുത്ത് മെഡിക്കൽ കോളേജിലാണ് കച്ചവടം. VRC പോയിട്ട് കാർപ്പൻട്രി പഠിച്ചു, അതുപോലെ കുഷൻ വർക്ക് പഠിച്ചു. ഇതിനൊക്കെ ആരാണ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ അച്ഛൻ്റെ താല്പര്യം തന്നെയായിരുന്നു. അന്ന് പറഞ്ഞതൊക്കെ ഇന്നും ഓർത്തിട്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. വീട്ടിലാരാ വേറെ ഉള്ളത്? തൊട്ടടുത്ത് സഹോദരി താമസിക്കുന്നുണ്ട്. സഹോദരിയുടെ കൂട്ടത്താണ് അമ്മ ഉള്ളത്. വേറെ ഹോബീസ് ഒക്കെ എന്താണ്? പാട്ട് കേൾക്കണതേനെ ഹോബി. പാട്ട് കേൾക്കുന്നതാണ് താല്പര്യം അല്ലേ? പാടുവോ പാട്ട്? ഇല്ല. നമ്മുടെ റേഡിയോ ഒരു സുഹൃത്തായിരിക്കുമല്ലോ. കൊച്ചു കാണാനും വലിയ റേഡിയോ കേൾക്കുന്നതാണ്. വർക്ക് സൈറ്റിൽ പോകുമ്പോഴും ചെറിയ റേഡിയോ കൊണ്ടുപോകും. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കൂടുതൽ ആകാശവാണിയായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അതിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് നല്ല ആയിരുന്നു. റേഡിയോ പരിപാടികളിൽ തന്നെ പാട്ടാണോ ഇഷ്ടം, അല്ലെങ്കിൽ നാടകമാണോ ഇഷ്ടം, പ്രഭാഷണങ്ങളാണോ ഇഷ്ടം? കൂടുതലും പാട്ടുകളാണ്. പിന്നെ മെയിനായിട്ട് കേൾക്കണ വാർത്ത. പക്ഷെ ഇപ്പം അനന്തപുരിയപ്പം മാറിയപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായി. പാട്ടുകളിലെ മെയിനായിട്ട് എങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടാണോ? ഞാൻ കൂടുതലും പഴയ പാട്ടുകളാണ് കേൾക്കണത്. 98 മുമ്പുള്ള പാട്ടുകളാണ് കൂടുതലും കേൾക്കണത്. നിങ്ങളുടെ എല്ലാവരുടെയും കൂടി കൂട്ടായ്മയായിട്ട് ഇടയ്ക്ക് നിങ്ങളെല്ലാവരും ഒത്തുചേരാറുണ്ടോ? ഉണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ ബ്ലൈൻഡ് സ്കൂളിന്റെ പൂർവ്വ സംഗമം ഉണ്ടായിരുന്നു ഇവിടെ DPI ഉള്ളൂർ സ്മാരകത്തിൽ വെച്ച്. അടിപൊളിയൊക്കെ ആയിരുന്നു. സ്കൂള് തുടങ്ങിയ കാലം മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാണുമല്ലോ അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട്? അണ്ണന്മാരെയും അനിയത്തിമാരെയും ചേച്ചിമാരെയൊക്കെ കാണാനൊക്കെ ഉള്ള ഒരു അവസരമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. നിരവധി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ തന്നെയാണോ? സുഹൃത്തുക്കൾ തന്നെയാണ് പാടിയത്. ഈ സ്കൂളിന്റെ പേരിൽ 2 വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട് നമുക്ക്. അതില് ആക്ച്വലി എന്തൊക്കെയാണ് അനൗൺസ്മെന്റ്സ് ആയിട്ട് വരാറ് മെയിനായിട്ട്? എല്ലാവരും കല പഠിച്ചവരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ. പിന്നെ സ്കൂളിന്റെ അറിയിപ്പുകളൊക്കെ അതിൽ തരുന്നുണ്ട് ഈ ഗ്രൂപ്പുകൾ. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് വന്നപ്പോൾ എന്താണ് തോന്നിയത്? വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില്. ആ ഒരു പഴയ സ്കൂളിൽ നിന്ന് ഇത്രയും ദൂരം കടന്നു വന്നില്ലേ നമ്മള്? എന്താണ് അപ്പൊ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ സമയത്ത് സ്കൂളും ഇപ്പോഴത്തെ സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് ഓടിട്ട സ്കൂളായിരുന്നു. ഇപ്പം അത് മാറി ടെറസും ഒക്കെ ആയി. പഴയതിലുള്ളതിലും മെസ്സ് മാത്രം ഉണ്ട് ഇപ്പം സ്കൂളിൽ. ബാക്കിയെല്ലാം പുതിയ ബിൽഡിങ്ങാണ്. അപ്പൊ നമ്മുടെ പുതിയ കൂട്ടുകാര് അല്ലെങ്കിൽ പുതിയ അനിയത്തിമാര് എല്ലാവരും ഇതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം അല്ലേ? അതെ. ഇപ്പൊ ഫുൾ AC ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ജോലികളുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇനി എന്താണ് ആഗ്രഹം? പ്രത്യേകിച്ച് ആഗ്രഹം ഒന്നുമില്ല. നമ്മളെ സുഹൃത്തുക്കളെ സ്ഥിരം കാണണം, അതാണ് മെയിൻ ആഗ്രഹം. പിന്നെ സ്ഥിരം വർക്കും കിട്ടണം, എന്നാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ ജോലി കൊണ്ട് ജീവിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടോ? കുറവാണ്. അപ്പൊ എന്താണെങ്കിലും കൂടുതലായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് പോയി ഇനിയും നല്ല രീതിയിൽ ഈ ജോലിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് നന്ദി. താങ്ക് യു. കസേര, കട്ടിൽ എന്നിവയുടെ വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ അജയകുമാറുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി
ആകാശവാണിയുടെ പ്രതിവാര പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് കേൾക്കാം. നേർവഴി.